എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പത്തരമാറ്റ് സീരിയലിന്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പുതിയ കമ്പനിയുമായിട്ട് ഉറപ്പിച്ചിരുന്ന ഡീല് ആദർശിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മൂർത്തി മുത്തശ്ശനാണെങ്കിൽ അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ആദർശിനെ തല്ലുകയും ഒരുപാട് വഴക്ക് പറയുകയും ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മൂർത്തി മുത്തശ്ശൻ. ആദർശാണെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഉറങ്ങിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാനിതിലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാം ആവർത്തിച്ച് പറഞ്ഞെങ്കിലും മൂർത്തി മുത്തശ്ശൻ അതൊന്നും മനസ്സിലാക്കുന്നതേ ഇല്ല. ഇത് ആദർശിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യാണ്. ആദർശ് വിചാരിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, ഇതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് ചിന്തിക്കുകയാണ്. നയനയോട് ആദർശ് പറയുന്നുണ്ട്, നയനെ സത്യമായിട്ടും ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരാളല്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ, പ്രത്യേകിച്ച് എന്തെങ്കിലും മീറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എത്ര സമയം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരിക്കലും ഞാൻ അങ്ങനെ ഉറങ്ങി പോവാറില്ല. ഇതെനിക്ക് എന്തു പറ്റിയതാണെന്ന് എനിക്കറിയില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയാണ്. നയന പറയുന്നുണ്ട്, ആദർശേട്ടന് അത്ര ഉറപ്പാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനൊരു കംപ്ലൈന്റ് കൊടുക്കണം, എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്ന് പറയാണ്. ആദർശ് പറയുന്നുണ്ട്, നമുക്ക് നന്ദുവിനെ ഏൽപ്പിക്കാം, അവളാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും എന്ന് പറയാണ്. നയന പറയുന്നുണ്ട്, അത് തന്നെയാണ് ആദർശേട്ട നല്ലത്. അതിനുശേഷം മൂർത്തി മുത്തശ്ശന്റെ അടുത്ത് ആദർശ് ചെല്ലുന്നുണ്ട്. മുത്തശ്ശ, സത്യമായിട്ടും ഞാനങ്ങനെ ഉറങ്ങിപ്പോയതല്ല, എനിക്കന്ന് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. മാനേജർ എന്നെ ഒരുപാട് തവണ വന്ന് വിളിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അത് കേൾക്കാതെ അങ്ങനെ ഉറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു കാരണം ഉണ്ടായിരിക്കും. എനിക്ക് എന്താണെന്ന് പറ്റിയതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. നന്ദുവിനെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഉറങ്ങിപ്പോയതിന് വെറുതെ കേസ് കൊടുത്തിട്ടോ അന്വേഷിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നിന്റെ ശ്രദ്ധക്കുറവ് കാരണമാണ് ഇത്രയും വലിയൊരു ഡീല് നമുക്ക് നഷ്ടമായി പോയത്. അത് നിന്റെ മാത്രം തെറ്റാണ് എന്നെല്ലാം പറഞ്ഞ് വീണ്ടും വീണ്ടും മൂർത്തി മുത്തശ്ശൻ ആദർശിനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സ് വേദനിച്ച് മൂർത്തി മുത്തശ്ശന്റെ അടുത്ത് നിന്നും ഇറങ്ങി പോകുന്നുണ്ട് ആദർശ് മുറിയിലോട്ട് ചെല്ലുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ വീണ്ടും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. വഴക്ക് പറഞ്ഞതൊന്നും അല്ല എനിക്ക് ഇത്രയും വേദന ഉണ്ടാക്കിയത്. എന്നിലുള്ള വിശ്വാസം എത്ര പെട്ടെന്നാ മുത്തശ്ശന് ഇല്ലാണ്ടായത്. അതില്ലാണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൊണ്ട് അതിലൊരു പങ്കുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. വിഷമിക്കാതിരിക്കുക ആദർശേട്ടാ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇതെങ്ങനെയെങ്കിലും നമ്മൾ തെളിയിച്ചിരിക്കും. ആദർശേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നുള്ളത്, എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് ആദർശേട്ടന് ഉറപ്പല്ലേ, അതെന്താണെന്ന് നമ്മൾ ഉറപ്പായും കണ്ടുപിടിക്കും എന്നെല്ലാം പറഞ്ഞ് ആദർശനെ സമാധാനിപ്പിക്കുന്നുണ്ട് നയന. ശേഷം നന്ദുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് നയനയും ആദർശും. നന്ദുവിനോട് കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട് ആദർശ്. എങ്ങനെയെങ്കിലും ഇതിന് പിന്നിൽ എന്താണ് ഉണ്ടായതെന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാവൂ. ഞാൻ ആ ഹോട്ടൽ മുറിയിൽ കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എങ്ങനെയാണ് ഞാൻ അത്രയും ഉറങ്ങിപ്പോയത് എന്നൊന്നും എനിക്കറിയില്ല എന്നെല്ലാം പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ അങ്ങനെ ഉറങ്ങിപ്പോയതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹോട്ടലിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം, അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്തെല്ലാം ചോദിക്കാൻ. പിന്നെ ആദർശേട്ടൻ ഉറങ്ങുന്നതിന് മുന്നേ വല്ല ഭക്ഷണമോ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഉറക്കം വന്നത് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അപ്പോ ആ ജ്യൂസിൽ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടായിരിക്കും ആരെങ്കിലും. നമ്മളുടെ കമ്പനിക്ക് ഒരുപാട് ശത്രുക്കളെല്ലാം ഉള്ളതല്ലേ, അവരെന്തെങ്കിലും പണി തന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരെങ്ങാനും വല്ല ജ്യൂസിൽ വല്ലതും കലക്കി ആദർശേട്ടന് തന്നതാണെങ്കിലോ ഈ ഡീല് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുകയാണ് നന്ദു. ആദർശേട്ടൻ പറയുന്നുണ്ട്, എനിക്കും അതൊരു സംശയമുണ്ട്, അതിനുവേണ്ടി തന്നെയാ നിന്നെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് എന്ന് പറയാണ്. നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കെ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയാണ്. ശേഷം നന്ദു വിചാരിക്കുന്നുണ്ട്, ആദർശേട്ടൻ അന്ന് പോയിട്ടുള്ള ആ ഹോട്ടലിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അന്വേഷിക്കണം. പോലീസ് വേഷത്തിൽ തന്നെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നന്ദു ഹോട്ടലിലോട്ട് പോകുന്നുണ്ട്. ഹോട്ടലിൽ പോയതും റിസപ്ഷനിൽ പോയിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്,
ഇവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം എന്ന് പറയാണ്. ആ സമയത്ത് റിസപ്ഷനിലെ ആള് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താണ് മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രശ്നമൊക്കെ ഉണ്ട്. ഈ ഹോട്ടലിലെ എല്ലാ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസും എല്ലാ CCTV ഫുട്ടേജും എനിക്ക് ആവശ്യമാണ് എന്ന് പറയാണ്. മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്. നന്ദു ചിന്തിക്കുന്നുണ്ട്, ഇവിടെ വന്ന് ഒരാൾ ഉറങ്ങിപ്പോയതിന് സ്റ്റാഫുകളുടെ എല്ലാം ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അതൊരിക്കലും ആരും അംഗീകരിച്ച് തരികയില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വേണം സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിക്കാനും CCTV ഫുട്ടേജ് എല്ലാം കളക്ട് ചെയ്യാനും എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നന്ദു റിസപ്ഷനിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മുറി എടുത്ത് താമസിച്ചിരുന്ന ഒരാളുടെ ഒരു ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കംപ്ലൈന്റ്. ആ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അത് മാഡം ഏത് റൂമായിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൂം നമ്പർ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദു. അതിനുശേഷം നന്ദു പറയുന്നുണ്ട്, ആ CCTV ഫുട്ടേജ് അതാണ് എനിക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൂമിന്റെ അടുത്തുള്ള CCTV ഫുട്ടേജ് പരിശോധിക്കുന്നുണ്ട് നന്ദു. പരിശോധിക്കുന്ന സമയത്ത് ആദർശ് കയറിയതിന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു സ്റ്റാഫ് അതിനുള്ളിലോട്ട് കയറി പോകുന്നത് കാണുന്നുണ്ട്. ഇതാ ഈ സ്റ്റാഫ് ആരാണ്, ഇവരുടെ ഡീറ്റെയിൽസ് എനിക്ക് പെട്ടെന്ന് തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. ആ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് എല്ലാം റിസപ്ഷനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ആ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം അയാളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ പോയി കണ്ടുപിടിച്ചതിന് ശേഷം നന്ദു പറയുന്നുണ്ട്, നിങ്ങളല്ലേ അന്ന് ആദർശേട്ടൻ കടന്നിരുന്ന റൂമിൽ അതിക്രമിച്ച് കടന്നത് എന്ന് ചോദിക്കുകയാണ്. അയ്യോ മേഡം, ഞാൻ അതിക്രമിച്ച് കടന്നിട്ടൊന്നും ഇല്ല. അദ്ദേഹം ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് എന്ന് പറയുന്നുണ്ട്. നിന്റെ വെളച്ചിലൊന്നും എൻ്റെ കയ്യിൽ വേണ്ട. ആ ജ്യൂസിൽ നീ എന്താ ചേർത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും ചേർത്തിട്ടില്ല മേഡം, സത്യമായിട്ടും ഞാനൊന്നും ചേർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി നീ കൂടുതൽ നാടകം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് മുറ എടുക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല എന്നെല്ലാം പറഞ്ഞ് വരട്ടുന്നുണ്ട് ആ സ്റ്റാഫിനെ. ആ സ്റ്റാഫ് നന്ദുവിന്റെ മുന്നിൽ സത്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയാണ്. എൻ്റെ അടുത്ത് അവന്തിക പറഞ്ഞിട്ടാണ് ഞാൻ അതെല്ലാം ചെയ്തത്. ജ്യൂസിൽ ഒരു ഉറക്ക ഗുളിക കലർത്തണമെന്നാണ് എന്നോട് അവന്തിക പറഞ്ഞത്. അതാ ഉറക്ക ഗുളിക കലർത്തിയ ജ്യൂസാണ് ഞാൻ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തത്. എന്നോട് ക്ഷമിക്കണം മേഡം, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നുണ്ട് സ്റ്റാഫ്. ഈ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നീ ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട് നിന്നോട് ക്ഷമിക്കണം എന്നാണോ? ഇതിനുള്ള ശിക്ഷ നിനക്ക് എന്തായാലും ഞാൻ തന്നിരിക്കും എന്നെല്ലാം പറഞ്ഞ് ആ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് നന്ദു. അങ്ങനെ ആദർശനെ വിളിച്ചിട്ട് നന്ദു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇപ്പോഴാണ് ആദർശന് എന്താണ് ഉണ്ടായതെന്നുള്ള കാര്യമെല്ലാം മനസ്സിലാകുന്നത്. ആദർശ് പറയുന്നുണ്ട്, ഇനി എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റൂ. മുത്തശ്ശനോട് എനിക്ക് പറയണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. എല്ലാം ആ അവന്തിക ചെയ്തതാണ്. അവൾക്ക് ഈ കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി അവൾ എന്നെ മനഃപൂർവ്വം എത്തിയതാണ് എന്ന് പറയുന്നുണ്ട് ആദർശ്. നയന പറയുന്നുണ്ട്, ഈ അവന്തിക അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടാ. അവള് തന്നെയായിരിക്കും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ അവളല്ലേ കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത്, അതിനു വേണ്ടി തന്നെയായിരിക്കും അവൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന് പറയുന്നുണ്ട് ആദർശ്. നന്ദുവിനോട് ആദർശ് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും നന്ദു, നീ തന്നെ വന്ന് ആ അവന്തികയെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവണം. അങ്ങനെ വേണം മുത്തച്ഛൻ എല്ലാ സത്യങ്ങളും അറിയാൻ. ഞാനായിട്ട് എൻ്റെ നിരപരാധിത്വം പോയി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാരും വിശ്വസിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് നീ തന്നെ വന്ന് അവന്തികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവണം. അപ്പോൾ എല്ലാവരും സത്യം മനസ്സിലാക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ശേഷം നന്ദു അവന്തികയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് മൂർത്തിമുത്തച്ഛൻ പറയുന്നുണ്ട്, ആ മോളെ കുറച്ചായല്ലോ നിന്നെ കണ്ടിട്ട്, ഇപ്പൊ എന്താ പെട്ടെന്ന് പോലീസുകാരൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നന്ദു ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആദർശേട്ടന് കൊടുത്ത ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തി ആദർശേട്ടനെ ഉറക്കി കിടത്തിയിട്ടാണ് മുത്തശ്ശന്റെ ആ ഡീൽ ഇല്ലാണ്ടാക്കിയത്. അതിന് കാരണം ഒരിക്കലും ആദർശേട്ടനല്ല, ഈ അവന്തികയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചത് എന്നുള്ള സത്യങ്ങളെല്ലാം മൂർത്തി മുത്തശ്ശനോട് തുറന്ന് പറയുന്നുണ്ട് നന്ദു. ഇത് കേൾക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശന് ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ അവന്തികയോ, അവൾക്ക് എന്താ ഈ കാര്യമൊക്കെ ചെയ്യേണ്ട കാര്യം? മോളെ നീ വെറുതെ പറയരുത് എന്ന് പറയാണ്. വെറുതെ പറയുന്നതല്ല മുത്തശ്ശ, സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാ തെളിവുകളോടും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവള് തന്നെയാ അതെല്ലാം ചെയ്യിച്ചത് എന്ന് പറയുന്നുണ്ട്. അവന്തിക പറയുന്നുണ്ട്, അയ്യോ ഞാനൊന്നല്ല മുത്തശ്ശ, എനിക്കെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം? പിന്നെ ആദർശേട്ടനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനായിട്ടല്ലേ ആദർശേട്ടനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാ ഞാൻ ആദർശേട്ടനോട് ഇത്രയും വലിയൊരു ചതി ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്
അവന്തിക ഈ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നിർത്തിടി നിന്റെ അഭിനയം, എന്നെ കൊണ്ട് വെറുതെ പോലീസ് മുറ നീ എടുപ്പിക്കരുത്, എൻ്റെ കൂടെ വരുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയാണ്. ആദർശ് വന്ന് പറയുന്നുണ്ട്, അവന്തിക്ക് നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു അഭി മാത്രമാണ് നമ്മുടെ കമ്പനി തകർക്കാൻ ശ്രമിക്കുന്നതെന്ന്, എന്നാൽ നീയും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊരു കാര്യം കൂടി എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. മൂർത്തി മുത്തശ്ശൻ ഈ സമയത്ത് ആകെ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. അവന്തിക്ക് പോയി പറയുന്നുണ്ട്, മുത്തശ്ശ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവന്തികയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ. നീ കാരണം ഞാൻ എൻ്റെ പേരക്കുട്ടിയെന്ന് കൈ നീട്ടി അടിച്ചു. അതിനെല്ലാം കാരണം നീയാണ് എന്നെ കൊണ്ട് ഇത്രയും വലിയൊരു കൊടും ക്രൂരത ചെയ്യിച്ചത്. പിന്നെ ഈ കമ്പനിയുടെ ഈ ഡീല് ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നതായിരുന്നു. അത് ഇല്ലാണ്ടാക്കിയതും നീയാണ്. എന്തിനു വേണ്ടിയാ നീ ഇതെല്ലാം ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അവന്തിക പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നയനയാണ് അവന്തികയുടെ കരണത്ത് അടിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ നാടകമെല്ലാം അവസാനിപ്പിച്ച് നിന്റെ ഉദ്ദേശം എന്താണ്, നീ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നുള്ളത് തുറന്ന് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അവന്തിക പറയുന്നുണ്ട്, അത് മുത്തശ്ശ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ആദർശേട്ടൻ്റെ പൊസിഷനിലോട്ട് എനിക്ക് വരണമെന്നൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നാണ് അവന്തിക പറയുന്നത്. അല്ലാതെ ഈ കമ്പനി തകർക്കാൻ വേണ്ടി ജ്വല്ലറിയുടെ കൂടെ ഒരു ഡീലുണ്ടാക്കിയതൊന്നും അവന്തിക തുറന്ന് പറയുന്നില്ല. അങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് ഒരു ബ്രാഞ്ച് ഞാൻ തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ആദർശന്റെ സ്ഥാനം നീ ആഗ്രഹിച്ചത്? എന്നിട്ട് ഇത്രയും വലിയൊരു തെറ്റ് നമ്മളെ കുടുംബത്തോട് തന്നെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ വിചാരിച്ചതെല്ലാം തെറ്റായിരുന്നു. നീയും ആ അബിയുടെ പോലെ തന്നെയാണ്. അബിയുടെ അനിയത്തിയായ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാൽ നിന്റെ പെരുമാറ്റവും സൽസ്വഭാവവും എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ നല്ലവളാണെന്ന്. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നെല്ലാം പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ. അവന്തിക പറയുന്നുണ്ട്, എന്നോട് ഇത്തവണ ക്ഷമിക്കും മുത്തശ്ശ, ഇനി ഒരിക്കലും ഇങ്ങനൊരു കാര്യം ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്ത് ശ്രദ്ധിച്ചോളാം എന്നാ? ഇനി എൻ്റെ ഓഫീസിൽ പോയിട്ട് എന്നെ ഈ വീട്ടിൽ പോലും കണ്ടുപോകരുത്, ഇറങ്ങി പൊക്കണം ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുന്നുണ്ട്. അയ്യോ എന്നെ അങ്ങനെ ഇറക്കി വിടല്ല മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ കാലിൽ വീഴുന്നുണ്ട് അവന്തിക. നന്ദു പറയുന്നുണ്ട്, എണീച്ച് ഇങ്ങോട്ടേക്ക് വാടി, നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവന്തികയെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം കാണുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.